വാസുണ്ണന് പകരം പുതിയ രാജാവ് ചരക്കണ്ണനാന്നൂല്ല. അപ്പൊ ചരക്കണ്ണനെ കൊല്ലാം. റബ്ബെ ഹറാം അടി. ഇവര് ഫുള്ള് കള്ളു കുടിയാന്ന് തോന്നട്ടെ ഇവിടുന്ന്. ഹറാമേ അടി ഇതെന്താന്നത്? നിക്ക് ഹറാമിന്റെ കളികളാന്ന് ഇവിടെ ഗ്യാങ് ഹൗസ് ഒന്നും പറഞ്ഞ് ഇവർ ഹറാമിന്റെ കളികളാന്ന് കളിക്കുന്നിട. ഹലോ 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 വാസുവാണോ? അല്ല വാസുവിനെ ചന്ദ്രനാണ്. ഇതാരാണ്? വാസുവിനമാണ്. ഞാൻ വാസുവിനെ കൊല്ലാൻ വന്നേന്ന്. അണ്ണനെ പണിയോ? നിന്റെ അണ്ണനെ പണിയാനാണ് പുതിയ അണ്ണൻ വന്നിരുന്നു. പുതിയ വലിയ ഞാൻ ഇവിടെ മുതുക്കിലുണ്ട്. എന്റെ പേര് കേവിയ തൊപ്പി. പോയി പറ നിന്റെ മുതലാളിനോട് പറ പുതിയ പടം. എന്ത്? അല്ല സോറി മാറിപ്പോയതാ. പടനല്ല പുതിയ രാജാവ് വന്നിട്ടുണ്ടെന്ന് പറ. വാസുനെ കൊല്ലുന്ന പറ. ഓ ശരി പേടിച്ചേ ശരി. എടാ ഞാൻ കാര്യം കട്ടാക്കുന്നത് കാർലോ. ഹലോ എടാ വാസുണ്ട് ഈ മനക്കൊരു വില വരുന്നില്ല. ഞാൻ കൊല്ലുന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ പ്രാവശ്യം വിളിക്കുന്നത്. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കട്ടാക്കുന്നത്. ഇതെന്താന്ന് ആളൊരുമാതിരി മറ്റേതാക്കുന്നത്. എടാ ഞാൻ ഒന്നുമില്ലെങ്കിൽ ഒരു ഗുണ്ടല്ലാടാ. കണ്ടില്ലല്ലോ. നേരിട്ട് പോയി പറയാല്ലേ. സിറ്റിയിലില്ലേ? എവിടെ പോയാ? അവൻ പുറത്താ, സിറ്റി കയറിയിട്ടില്ല. അതെന്താ? അറിഞ്ഞൂടാ. അപ്പൊ ഓനില്ലാണ്ട് ബാക്കി എല്ലാരും കേറോ? ചിലരൊക്കെ കേറുന്നവരൊക്കെ കേറും. അപ്പൊ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ളവർ ഇവന്റെ പണിക്കാരാന്നാ ഞാൻ വിചാരിച്ചത്. അപ്പം എല്ലാരും ഇവനില്ലെങ്കിലും എല്ലാരും കേറും. അങ്ങനൊക്കെ കേറും. ഓ അപ്പൊ ഇവരില്ലാണ്ട് ഇവരെന്താ ചെയ്യുക ഇവിടെ? അപ്പൊ ഈ ഗ്യാങ് പരിപാടിയെല്ലാം നടത്താൻ ഇവരെ പവർ വാസു എണ്ണനായിരിക്കൂലേ? അപ്പം ഈ വാസു എണ്ണ ഇല്ലാണ്ട് ഇവർക്ക് ഗ്യാങ് എല്ലാം ജയിക്കാൻ പറ്റുമോ? മറ്റേ ഗ്യാങ് വാറല്ലോ. ഗ്യാങ് വാറിന് മറ്റേ സരക്കണ്ണനില്ലേ? സരക്കണ്ണനാണ് ഗ്യാങ്. അതിനെ കിട്ടണം. ഓൻ മെയിനാന്നല്ലേ? ചരക്കണ്ണ മെയിനാണ്. ചരക്കണ്ണനെ കിട്ടണം. ചരക്കണ്ണനെ കൊല്ലാം തൽക്കാലം. ചരക്കണ്ണനെ കൊല്ലാലോ. ബ്രോ ഈ വണ്ടി ഒന്നും എടുക്കുന്നേ. ചരക്കണ്ണനെ കൊന്നിട്ട് വരാം. ഹലോ പറ. എന്തിനാ? കേറ്. ആരാ ചരക്കണ്ണനെ കൊല്ല? ആരല്ല വരുന്നത്? കേറ്. എവിടെ ചരക്കണ്ണൻ? എവിടെയുള്ള? പെണ്ണിനെ വിളിക്കണോ? ഹലോ അനിറ്റ വരുന്ന? അനിറ്റ വരുന്ന? ചരക്കിനെ കൊല്ലാനാ? പോവാലോ. ചരക്കിനെ കൊല്ല. ഒരു ചരക്കിനെയും കൊണ്ടുപോകുന്നുണ്ടോ? ഞാൻ കേറിയ അടി ഇതിനെ ഇറക്കി വിട്. ഈ ലെഫ്റ്റിലുള്ളതിനെ ഇറക്കി വിട്. അടി ഇവനെ ഇറക്കി വിടറാ. ഇതാരൊക്കെ കേറിക്കുന്ന വേറെ എനക്കറിയില്ല. ഓക്കെ ഞാനാ ഡ്രൈവ് ചെയ്യുന്നു. എവിടെ വേണ്ട എവിടെയാന്ന്? ചരക്കണ്ണനെ എവിടെ കിട്ടോ? ചരക്കണ്ണനെ കൊല്ലണം. വിളിക്ക എടുത്തോ. അടി ഇത് ആടത്തേക്ക് ഓട്ടർസ് പിടിച്ച് പോകണല്ലോ. വണ്ടി എടുത്തിട്ട് തന്നെ പോവാ. ആരാ പോടാ വെടി വെച്ചിട്ട് വിളിക്കാനാ? ഞാനാണ് വെടിശാന്തേ വെടി വെച്ചിട്ട് വിളിക്കാന്. ബാബാ പോവാ. നമ്മുടെ ഗ്യാങ് പറഞ്ഞ വണ്ടി ഉള്ളിലേക്കേറ്റ്. വണ്ടി ഓടിക്കുന്നത് ചോദിക്കാതെ എങ്ങാനും കയറിയാൽ തലയടിച്ച് ഓടിക്കുന്ന ഒന്ന് നോക്കണമല്ലോ. ബാബാ കേറാ കേറേ. നീ അടുത്തൊക്കെ പോന്നേ? എടാ ബാക്കിലല്ലേ ഗ്യാങ് ഹൗസ്? എടാ ഇങ്ങോട്ട് 2 ഗ്യാങ് ഹൗസ് ഉണ്ടാ? ഹലോ
എന്റെ ദൈവമേ ഞാനേ ഷർട്ട് ദൂരട്ടെ ഫോർ സേഫ്റ്റി. അടി കിട്ടുമ്പോ ഇവിടെ കിട്ടാറ്. എന്താ അവരെവിടെ അവരതിന്റെ ഉള്ളിൽ പോയിട്ട് അവരെവിടെ? അവരതിന്റെ ഉള്ളിൽ എന്തിനോ പോയിട്ടുണ്ട്. കുപ്പി മറ്റേ സരക്കട്ടനെ കൊല്ലണം എന്ന് പറഞ്ഞ സരക്കിനെ കൊല്ലണം എന്ന് പറഞ്ഞാ പോയിക്കുന്നത്. ഇവിടുന്ന് ആരും ഇല്ലാടാ. ഹലോ ഏപ്പാ, ഇവിടെ ആരുമില്ല. ഓയ് ഓയ് ഹലോ തൊപ്പി. എടാ ഹലോ ഹലോ എടാ അങ്ങോട്ട് എടാ നീ ഏതാ? നീ ഗൂഗിൾ പേ. തൊപ്പി ഷാജഹാന്റെ അണ്ടി എന്ന് പറയോ? ഷാജഹാന്റെ അണ്ടി ഷാജഹാന്റെ അണ്ടി ഷാജഹാന്റെ അണ്ടി പറഞ്ഞു നിർത്തേ. ഷാജഹാന്റെ അണ്ടി ഷാജഹാന്റെ കുണ്ടി. ഹലോ എടാ ഹലോ, ഇതെന്താ? എടാ അന്നെ പോലത്തെ ഒരുത്തനെ എവിടാ? കണ്ട് ഇതെന്തിലോട്ടാ? എടാ എടാ ഇവനെന്താക്കുന്നല്ല? എടാ പരിപാടി കളിക്കോ? ബോ പ്രൈവറ്റ് നമ്പർ അതിന്റെ. ഹലോ ഹലോ ആരാന്ന്? ഞാൻ മറ്റേ നേരത്തെ വിളിച്ചില്ലേ, മറ്റേ വാസവന്റെ കൊല്ലണം പറഞ്ഞ് വിളിച്ചേ. വാസവന്റെ ഞാൻ കൊറേ ആളെ വിളിച്ചിട്ട് വാസവണ്ണനെ കൊല്ലം നട്ടി. ഇത് ആരാ? ഞാൻ ചന്ദ്രനാണ്. ഇവിടെ ഉണ്ട്. എവിടെയുള്ള നിങ്ങൾ എവിടെയുള്ള? ഞാൻ നിങ്ങളെ ഗ്യാങ് ഹൗസിലുണ്ട്. ചരക്കിനെയും കൂട്ടിട്ട് എത്രയും പെട്ടെന്ന് എടുത്തേക്ക് വരുക. എന്റെ കണ്ണുണ്ട്. അപ്പൊ കേരള സുമതമ്മയും കൂടെ ഉണ്ടാ? സുമതമ്മേ അതാരാന്ന്? എടാ ഇങ്ങ ചരക്കിനും കൂട്ടിട്ട് ഗ്യാങ് ഹൗസിലേക്ക് വാ. അയ്യോ ചരക്കല്ല, ഞാൻ സുമതയമ്മ ചരക്ക തന്നു കേട്ടോ. ശരി ഞങ്ങളിപ്പോ ഗ്യാങ് ഹൗസിലോട്ട് കേട്ടോ. ഓക്കെ തീർന്നു മുത്തേ. ഇന്ന് ചരക്കിന്റെ ദിവസം കഴിഞ്ഞിന്. വാസുണ്ണന് പകരം പുതിയ രാജാവ് ചരക്കണ്ണനാന്നൂല്ല. അപ്പൊ ചരക്കണ്ണനെ കൊല്ലാം. റബ്ബെ ഹറാമടി. ഇവര് ഫുള്ള് കള്ളു കുടിയാന്ന് തോന്നട്ടെ. ഇവിടുന്ന് ഹറാമേ. അടി ഇതെന്താന്നത്? നിക്ക് ഹറാമിന്റെ കളികളാന്ന് ഇവിടെ ഗ്യാങ് ഹൗസ് ഒന്നും പറഞ്ഞ് ഇവർ ഹറാമിന്റെ കളികളാന്ന് കളിക്കുന്ന ഇടാ. അന്റെ ഒന്നിച്ചൊരുത്തനുണ്ടായിട്ടില്ലേ? എടാ കാറിലോ കൊടുത്തു. എടാ കാറിലോ എന്നെ ഇട്ടിട്ട് പോയാ? എടേ എടാ കാറിലോനെ കണ്ടിനാ? അണ്ണനാ? നീ ഏതാന്ന്? അടിമയാ? എന്നാ ബാബാ എന്നെ ഒന്ന് ചോവാ. എടാ കാറിൽ ഓടിയേ? എടാ നായിന്റെ മോനെ ഇട്ടിട്ട് ഓടിയാ? നമ്പർ 555. ആടെ നിക്ക്. കാറില് മുങ്ങിയാടാ. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്തോ ഒരു പണി കിട്ടും. ഹലോ കാർലോ? ഹലോ എടാ നീ ഞാൻ ഇട്ടിട്ട് പോയാ? ലൊട്ടെ ഏടെ പുറത്ത്? അതാരാ സൗണ്ട്? ഒരു മിനിറ്റ്. സൗണ്ട് കേക്കുന്നത് എന്ത് വലിയാന്? എടാ ബലിയാനാ? നീ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വാ കാർലോ. ഇവിടെ ഒരു തോക്ക് മാത്രം നിന്നിട്ട് സംസാരിക്കുന്ന എന്നോട്. അത് ലോഡാവാത്തതാ. ഉള്ളിലേക്ക് വാ. നീ ഗ്യാങ് ഹൗസിലേക്ക് വാ കാർലോ. ഉള്ളി കയറാൻ പറ്റടാ. അതെന്താ ഉള്ളി കയറാൻ പാടില്ല? ഫോൺ എടുത്ത് താഴെ വെക്കാൻ വേറെന്തിനാ നിന്നോട് ചോദിക്കാൻ പറഞ്ഞ ഞാൻ നിന്റെ പേരെന്താ? ഹലോ രണ്ടെണ്ണം കൈ വെക്കടാ. എന്തിനാലോ കാറിന് മുമ്പിച്ച്
അണ്ണാ അന്നൊരാള് കൂട്ടിട്ട് വന്നേന്ന് എന്തൊരു കൂട്ടിട്ട് ഇവിടെ പൊരി വാരാനുണ്ടെന്ന് പറഞ്ഞു എന്നോട് ഇവിടെ പൊരി വെക്കാനുണ്ടെന്ന് പറഞ്ഞു ഉണ്ടെങ്കിലും വാരിപ്പിക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് ഇവിടെ കയറിയാൽ മതി, മനസ്സിലായോ? അന്നിവിടെ വേറൊരാള് കൂട്ടിക്കൊണ്ടെന്നേന്ന് ഇവിടെ വേറെ ആര് പേരെന്തിനാ? അവന് പേരില്ലേ? കാർലോ കാറിലല്ലെങ്കിൽ വിളി. കാർലോനെ പറ്റിച്ചാടാ ഓന് ഓടി അത് ഓടുമല്ലോ. ഇവിടെ നില്ല, നീ നില്ല ഇവിടെ. ഗ്യാങ് അകത്തോട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, ഇത് ഗ്യാങ് ഹൗസ് ആണ്. രണ്ടിടത്തും കൂടി പറയാണ്, ഒരു മിനിറ്റ്. ഇത് ഗ്യാങ് ഹൗസ് ആണ്. ഗ്യാങ് ഹൗസിന്റെ അകത്ത് പെർമിഷൻ ഇല്ലാതെ അകത്ത് കയറാൻ പറ്റത്തില്ല. എന്തൊരു ഹലോ കേക്കുന്നു. ആ ശരിയായി ശരിയായി ശരി. റേഡിയോ സംസാരിക്കില്ലേ? ആ മച്ചാനെ വാ മച്ചാ, കുട്ടനെ ഇറങ്ങോട്ട് പുറത്തോട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും ഇഷ്യൂ വരും. പുറത്തോട്ടാ. രണ്ടുപേരും പുറത്തോ. ഏത് രണ്ടുപേര്? അന്തോച്ചാരാ ആണോ? ഇവിടെ രണ്ടുപേരും ഇപ്പൊ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരാണ്. ഇവനെനക്ക് അറിയില്ല. എന്നെ ഇവിടെ കൊണ്ടുവന്നത് കാർലോ എന്ന് പറഞ്ഞ ഒരാളാണ്. എന്നിട്ട് എന്തിനു പറഞ്ഞു? കാർലോ എന്തിനു പറഞ്ഞു? എന്നോട് പറഞ്ഞു ഇവിടെ പൊരി വാരാനുണ്ട്, വാരിട്ട് വരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നേന്ന്. ബാക്കിലുണ്ടായില്ല, ഇപ്പൊ കാണുന്നില്ല. എന്റെ തൊട്ട് ബാക്കിലുണ്ടായില്ല. നമ്മളിവിടെ ഇല്ല, ഇവിടെ ഗ്യാങ് ഹൗസിൽ കയറുന്നവർക്ക് നമ്മള് പൊരിയൊന്നും കൊടുക്കാറില്ല. പക്ഷെ നമ്മുടെ തലയെടുത്താണ് ഗ്യാങ് ഹൗസിനകത്ത് കയറണമാരെ. പിന്നെ ഒരാളെങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് നമ്മള് കൊല്ലുന്നത്, ആദ്യം തന്നെ കൊല്ലുന്ന ഒരു പരിപാടി നല്ലതല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. കാർലോമോനെ വിളിച്ചിട്ട് അങ്ങ് വരാൻ പറ. പൊരി എന്തോ പോരാണ്ടെന്നല്ലേ പറഞ്ഞ വന്ന് കോരട്ടെ. എന്തൊരു ഒന്നും ചെയ്യലടാ. എടാ ഇവിടെ ഒരു റൂൾ ഉണ്ട്. ഗ്യാങ് ഹൗസിന്റെ അകത്ത് കേറുമ്പോ ഒരു മിനിറ്റ്. ഗ്യാങ് ഹൗസിന്റെ റേഡിയോയില് വരെ കേറേണ്ടി വന്നല്ലേ. ഹലോ ഗുഡ് മോർണിംഗ്. മിക്കവാറും ഒരു KVA TV അടി ഇന്നെ പ്രതീക്ഷിക്കട്ടോ. ഒരു വാറ് വരും. ആരും അടിച്ചിട്ടല്ല, മറ്റേ തൊപ്പി TV ഗ്യാങ് ഹൗസിനുള്ളിൽ കയറി പോയിട്ട് ഞാൻ ചാടി ഇറങ്ങിയ ഇത്. അവിടെ TVത്തെ എല്ലാം കൂടെ വന്ന് കേറിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാൻ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ബോഡി എടുക്കാൻ. ഞാൻ ബോഡി എടുക്കാൻ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ എന്തായി? എടാ ഞാൻ പുറത്തുണ്ട്. ഇങ്ങോട്ടോ ഉള്ളില് വാ. എടാ ഉള്ളി കേറാൻ പാടില്ല. നമ്മുടെ കൊല്ലാന്നല്ല ഇങ്ങോട്ട് പോ. എടാ ഉള്ളിൽ കേറാൻ പാടില്ല. ഉള്ളിലേക്ക് വാ. ഉള്ളി കേറാൻ പാടില്ല. അവരെ സമ്മതം ഇല്ലാണ്ട് ഉള്ളി കേറാൻ പാടില്ല. ചോദിക്കാണ്ട് പറയേണ്ട ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. പുറത്തുണ്ട് കാർലോ പുറത്തുണ്ട്. അകത്തോട്ട് വരാൻ പറ. അങ്ങോട്ട് വരാൻ പറ്റൂലെന്ന് പറയുന്നത് എന്താന്ന് എനിക്ക് അറിയില്ല. തൊപ്പിന്നല്ലേ പേര്? അല്ലേ? എന്റെ പേരെന്നാ? എന്റെ പേര് പേരൊക്കെ പറയാം. തൊപ്പി ഗ്യാങ് ഹൗസ് എന്ന് പറയുന്ന ഒരു സാധനത്തിലോട്ട് വേറൊരു ഗ്യാങ്ങിലെ മെമ്പേഴ്സ് അല്ല ആരാണെങ്കിലും പെർമിഷൻ ഇല്ലാതെ അകത്ത് കയറാൻ പാടില്ല. ഞാൻ സത്യമായിട്ട് പൊരി വാരാൻ വന്നതാടാ. ഇവിടെ പൊരി ഉണ്ട്, പൊരി വാരിട്ട് പൊരിയും പറയൊക്കെ തരും നമ്മള്. പക്ഷെ അതിപ്പോഴല്ല, ഇത് ഇവിടെ നിന്ന് ഇറങ്ങണം. മനസ്സിലായോ? ഗ്യാങ് ഹൗസിലെ പെർമിഷൻ ഇല്ലാതെ എല്ലാം തമാശയാവും. ഗ്യാങ് ഹൗസിലെ പെർമിഷൻ ഇല്ലാതെ കയറില്ല. അതല്ലേ കൂടെ ഒരാളുണ്ട്. അവനെ കാറിലേക്ക് ബുദ്ധിയില്ലേ? അവന് ബുദ്ധിയില്ലേ? ആരും അല്ലെങ്കിൽ എല്ലാരും കൈവന്നിക്ക് എല്ലാരും കൈവക്ക്. സുഹൃത്തെ ഞാൻ കാര്യം പറയട്ടെ. മുതലക്കൊട്ടിലേക്ക് കൊണ്ടുപോടാ. ഒരു മിനിറ്റ്. കാർലോ വിളിക്കുന്നു. നിങ്ങക്ക് തീർന്നടാ. കാർലോ വന്നടാ. നിങ്ങളെ തീർന്നടാ. കാർലോ വന്ന് നിങ്ങളെ തീർന്നടാ. അണ്ണം വന്നു നിങ്ങളെ തീർന്നു. ഹലോ കാർലോ. അണ്ണ വാ ഇവരെ പണ്ണണം. വാ പുറത്തോട്ടോ. എടാ ഒന്നുള്ളിൽ വാടാ. എടി ഇവരെന്താ
ഞാൻ വെച്ചിട്ട് ഞാൻ രക്ഷിക്കാനാ വിളിക്കുന്നത്. എടാ, നീ സാധാരണ പുറത്തോട്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല, ഉള്ളിൽ കയറി FRP FRP ആരാന്ന് നിക്ക് അവരോട് ചോദിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ. ഹലോ സംസാരിക്കാം ഹലോ ഈ കൂട്ടത്തില് ഹലോ കാർലോ ഹലോ കേക്കുന്നുണ്ടോ? എടാ കാർലോ പുറത്തുണ്ട്. ആ ഞാൻ അകത്തോട്ടൊക്കെ വരാൻ പറഞ്ഞ് അപ്പൊ പറഞ്ഞ FRP ആണ് പോലും. എടാ ഒരു മിനിറ്റ്, കാർലോ വരും. എടാ ഞാൻ പറയട്ടെ, കാറിൽ ഇപ്പൊ വരും. FRP കിട്ടിയ അപ്പൊ തന്നെ വരുന്ന പറഞ്ഞ. FRP ഇല്ലാത്തോണ്ട് കയറാൻ പറ്റാത്ത പോലും. ഒരു മിനിറ്റ് തൊപ്പി, നീ എവിടെയാണ്? കേവലുള്ള? ആ ഞാൻ കേവിലുള്ള. അപ്പൊ നീ കേവിലെ മെമ്പറാണ്, മനസ്സിലായി? നീ ഇതിന്റെ അകത്തിരിക്കുമ്പം നിന്നെ വിളിക്കുവാണ്, അവനെ വിളിക്കുവാണ്, ലീഡറിനെ വിളിക്കുവാണ് ഇനി വരാൻ. അപ്പൊ അവിടെ പിന്നെ മറ്റു സംഭവം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതല്ല, എന്താ സംഭവം അറിയോ? കാർലോന്റെ FRP അത് അങ്ങനെ പറയില്ല, ആ വാക്ക് ഇവിടെ പറയില്ല, പറയാൻ പാടില്ല. പറഞ്ഞുകൂടാ, അത് ഒഴിവാക്ക്. എന്നിട്ട് കാർലോയെ വിളിച്ചിട്ട് പറ 2/80 വിളിക്കാൻ പറ. 2/80 വിളിക്കാൻ പറ. എടാ ഇതെല്ലാം ആവശ്യമുള്ളതെല്ലാം എടുത്തു വെച്ചൂടെ ഈ ഒട്ടക്ക്. തൂറാൻ മുട്ടുമ്പോ ഇവൻ അക്കൂസ് വരുന്നത്. പിന്നെ ഇവിടെ ഇത്ര എടാ ലൊട്ട അപ്പൊ എനിക്ക് ഇത്ര സമയം ഇവിടെ വരുന്നത് വരെ അറിയില്ല FRPന്റെ കാര്യം. ഇതെല്ലാം എടുത്തിട്ട് വന്നൂടെ? സാധനം ഇല്ലാത്തല്ല ഒപ്പിച്ച് എങ്ങനെ ഒരു FRP ഒപ്പിച്ചിട്ട് വേഗം ഇങ്ങോട്ട് കേറ്. എവിടെന്നാ കിട്ടും അത്? ബാക്കിയുള്ളവരൊക്കെ എന്ത് എല്ലാരും ഇവിടെ ഉണ്ട്. നിന്നോട് പറയുന്നത് ഇങ്ങോട്ട് വാന്ന് അല്ല, എന്തോ നമ്പറിലേക്ക് 2/80 വിളിക്കാൻ പറഞ്ഞു. എന്താ നമ്പർ? എടാ ഏതാ നമ്പർ? എടാ ഏത് നമ്പറാടാ? ഏത് നമ്പറിൽ വിളിക്കാൻ പറഞ്ഞ? നീ ഏതാ? ഹലോ ബ്രോ. അവന് കൂടെ വന്നടാ, അവനെ വിടാ. എടാ ബ്രോ ഏത് നമ്പറിലാ വിളിക്കണ്ടേ? നീ വിട്ടോ നീ വീട്ടിൽ പോക്കോ. ഞാൻ പോട്ടെ. നിക്ക് ഞാൻ എന്നോട് പോയിക്കോന്ന് പറഞ്ഞു. എടാ എന്നോട് പോയിക്കോന്ന് ഹലോ കാർലോ, ഏട്ടിലെങ്കിൽ ഒരു FRP ഒപ്പിച്ചിട്ട് വേഗം ഇങ്ങോട്ട് വാ. ഞാൻ വിളിക്കാൻ പറയാം. എടാ ആരോ കൊന്ന് അന്റെ ഒന്നിച്ച് വന്ന ഒരു പേർപ്പിൾ ഷർട്ട് ഇട്ട് നമ്മളെ ഗ്യാങ്ങിലുള്ളതാ. അല്ലല്ല, അവനാണോ വണ്ടി പിടിച്ച് കയറ്റിയത്? ഞാൻ വിളിക്കാം. നിന്റെ അടുത്ത് നീ ഇവിടെ സിറ്റുവേഷൻ നിൽക്കുക. നിനക്ക് ചെവി നീ ഇങ്ങോട്ട് വന്നേ. അല്ല തിന്നാൻ തരോ? തിന്നാനില്ല. എടാ ഇത് കള്ളല്ല, ഹറാം. ഹലോ തിന്നാൻ തരോ? ഹലോ അണ്ണാ തിന്നാൻ തരോ? അണ്ണാ തിന്നാൻ തരോ? ആരെങ്കിലും തിന്നാൻ തരോ? ഹലോ തിന്നാൻ തരോ? തിന്നാൻ തരോ? പോക്കറ്റ് അടിയാ? ആരോ പോക്കറ്റ് അടിക്കാൻ? പോക്കറ്റിലുള്ള നമ്പർ പോക്കറ്റ് നമ്പറാ? ആധാർ കാർഡ് നമ്പർ അറിയാമോ? ആധാർ കാർഡ് നമ്പർ അറിയാമോ? ആധാർ കാർഡ് നമ്പർ ID നമ്പറാ 679. കിട്ടിയോ? തരം കിട്ടിയോ? ആ ബർഗർ കിട്ടി. വെള്ളം തരോ? ഓ വെള്ളം തരാം, എല്ലാം തരാം. താങ്ക് യു ബ്രോ. ആ കിട്ടി. എന്തിന്? താങ്ക് യു ബ്രോ. ഓ വെൽക്കം. ഓക്കെ ഇത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. നമ്മളെ അണ്ണൻ വന്നാ ഇങ്ങനെ തീരും. ഇപ്പം വരുമൊത്ത അണ്ണൻ ഇപ്പം വരുമൊത്ത തീർന്നിന് എല്ലാത്തിനും തീർക്കാന്ന് പറഞ്ഞു. അണ്ണ ഇപ്പം വന്നിട്ട് എല്ലാത്തിനും തീർക്കും. വെയിറ്റ് ചെയ്യടാ, ഞാൻ സംസാരിക്കല്ലേ. വാ എല്ലാരും ഇങ്ങോട്ട് കേറിയത് അത് ചോദിക്കാൻ മറന്നുപോയി. ഹലോ കാർലോന്റെ ഭർത്താവാ കയറാൻ പറഞ്ഞത്, എല്ലായിടത്തോളം വരാൻ പറഞ്ഞില്ല. കള്ളെല്ലാം കാർലോ ബാവാ കൊല്ലടാ, അടിക്കടാ കാർലോ, അടിക്കടാ.
കേക്കാവോ? കേക്കോ ഇതെന്താ തീരുമാനം നിങ്ങളുടെ എത്തിയാവോ നമുക്ക് ഇവിടുത്തെ ഒന്നും ചെയ്യാൻ പാടില്ല, മനസ്സിലല്ലേ? ആ താഴെ അടിച്ചു കിടക്കുന്നില്ലേ അവനാണ്, അവൻ എന്റെ കൂടെ ഒരുത്തം വന്നില്ലേ, അവനെ കൊന്നില്ലേ, അവനാണ് ഇതിനുള്ളിൽ ഇടിച്ച് കയറ്റിയത്, ഉള്ളിൽ വണ്ടി ഓടിച്ച് കയറ്റിയത്. ഇതാരാന്ന്? അപ്പാപ്പന നമ്മളെ കേവിയല അപ്പാപ്പനാ? എടാ നമ്മ കേവിയ ഫുൾ ഗ്യാങ് ഇടുന്നുണ്ട്. പിന്നെന്തിനാ പേടി? നിങ്ങന്ത് പേടിത്തൊണ്ടമാറണല്ലോ ഒട്ടേടാ, നമുക്ക് ഇവർ കൊല്ലണ്ടേ? എന്റെ തൊപ്പി പേടിയുടെ അല്ല, അതായത് നമ്മുടെ സിറ്റിയിലെ നിയമമില്ലേ, നിയമം, സിറ്റിയിലെ നിയമപ്രകാരം നമ്മൾ അങ്ങനെ വേറൊരു ഗ്യാങ് ഹൗസിലോട്ട് അവരുടെ പെർമിഷൻ ഇല്ലാതെ കയറരുത്. ഗ്യാങ് ആരും കൊല്ലല്ലേ, പിന്നെന്തിനാന്ന് കൊല്ലലും എല്ലാം അതിന് രണ്ടാമത്. ഇതിപ്പോ തൊപ്പി ഇവിടെ ഹോസ്റ്റലില്ലേ, അപ്പൊ ഹോസ്റ്റലായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവരെന്താണോ സംസാരിക്കാനുള്ളത് സംസാരിച്ച് കേൾക്കണം, അവരുടെ ഡിമാൻഡ് നമ്മൾ കേൾക്കണം. എന്നിട്ട് അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ കൊല്ലാൻ പറ്റുമോ? അത് ഇവരിപ്പം സിറ്റുവേഷൻ മോശമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരെല്ലാം വന്നിട്ട് ബാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. ചന്ദ്ര എന്തിന് പ്രശ്നം? വാസു ഇല്ലെങ്കിൽ പിന്നെ അടിയായിട്ട് കാര്യമില്ല. തുറക്കാൻ കഴിയാത്ത ഹലോ 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 മച്ചാനെ, നിങ്ങൾ ആൾക്കാരോട് സംസാരിച്ചിട്ടോ? ഇറങ്ങിയാണ് നിങ്ങളുടെ കുടുംബശ്രീ മീറ്റിംഗ് ആക്കല്ലാടാ പാടാ. വിളിച്ചോണ്ട് പോകും. അടിവറന്തിൽ ഒട്ടാടാ. ഞാൻ കാര്യം പറയട്ടെ, അപ്പൊ എപ്പാന്ന് എനിക്ക് ഗ്യാങ് വാർ ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മ പറഞ്ഞത് ഇവര് ഗ്യാങ് ഹൗസിൽ കയറിയിട്ടൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒപ്പം അവൻ വണ്ടി ഓടിച്ചില്ല, അവനാണ് പിടിച്ച് ഉള്ളി കയറ്റിയത്, അങ്ങനെ കേറാൻ പാടില്ല ആക്ച്വലി. ഇതായിരുന്നു വണ്ടി? ഇതിന്റെ റിയൽ ലൈഫിലെ വണ്ടിയല്ലേ? ഹലോ 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 തൊപ്പി 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 ഓക്കെ, ഞാനൊരു കാര്യം പറയാം, ജസ്റ്റ് ഒരു കാര്യം പറയാനാണ്. ഇപ്പൊ ഗ്യാങ് ഹൗസ് വരുന്നോണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഷർട്ടിന്റെ ബാക്കില് ഇല്ല ഷർട്ടിന്റെ ബാക്കിലുള്ള കാര്യം വിട്. മച്ചാനെ ഇനി കേറി വന്ന് ഇതുപോലെ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അടിക്കില്ല, റിയാക്ട് ചെയ്യണം. ഓക്കെ എന്താക്കൂ നീ? ചോദിക്കാതെ പറയാൻ ഗ്യാങ് ഹൗസ് കയറാൻ ലാസ്റ്റ് ആണ്. ഇല്ല, അത് തൊപ്പി എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ലീഡറിന്റെ അടുത്ത് പറയണം. അങ്ങനെ മനസ്സിലാക്കി. ഒരു മാസ് ഡയലോഗ് അടിക്കാണ്ട്, ഒരു മാസ് ഡയലോഗ് അടിക്കാണ്ട് നിക്ക്. മാസ് അടിച്ചാ കാർലോ വണ്ടി ഒന്ന് എടുത്തോണ്ട് പോയ മാസ് ഡയലോഗ് ഒന്നും കേൾക്കാൻ ഇവിടെ സമയമില്ല. ഈ നിർത്തി കൊടുക്കണേനൊക്കെ നിങ്ങൾക്ക് തന്നെ തിരിച്ച് പണിയാവും കേട്ടാ. കാട്ടി ഞാൻ ഇവിടെ വരുമ്പോ എടാ ഞാൻ മറന്നു, ഇങ്ങനെ ഫ്ലോവും കളഞ്ഞു. ഞാൻ ആദ്യം പറയാൻ വന്നതല്ലേ, അപ്പൊ പിന്നെ ഫ്ലോ കളഞ്ഞിട്ടല്ലേ? ഇല്ലേ ഞാൻ പറയുമായിരുന്നു. എടാ ഞാൻ മര്യാദക്ക് ഒരു ശരിയായ മാസ് ഡയലോഗ് പറയാൻ വന്നേ. ഹലോ 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 കേക്കുന്നുണ്ടോ? എടാ കേക്കുന്നുണ്ടോ? എന്ത് കത്താന്? പി എൽ അതാരാന്ന്? ഓനിങ്ങോട്ടേക്ക് വിളിക്ക്. എടാ നീ എല്ലാം എന്താടാ കളിക്കുന്നത്? ഇതെന്താന്ന്? ബാ വണ്ടി എടുക്ക്. ഇതെന്താ എനിക്ക് കയറാൻ പറ്റാത്ത? ഹലോ ബ്രോ. എടാ കത്തിയടാ, മാസ് ഡയലോഗ് കേൾക്കാൻ പറ്റിയില്ലടാ.
എല്ലാരും കത്തണേ ദൈവമേ, ഞാൻ മാത്രമായിരിക്കല്ലേ, എനിക്ക് അത്രേ ഉള്ളൂ പ്രാർത്ഥന. പോയ എല്ലാരും പോണം.